അവർ രണ്ടും പുടിനും ട്രംപും ചേർന്ന് സെലൻസ്കിയെ ചതിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മറ്റ് മാർഗങ്ങളില്ല. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്, കല്ല് പിളർക്കുന്ന ശാസനം കൊടുത്തിരിക്കുകയാണ്. 27-ാം തീയതി നവംബർ മാസം 27, 2025 വർഷം, അതൊരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് ഞാൻ മുന്നോട്ട് വെച്ച 28 ഇന സമാധാന ഫോർമുല അംഗീകരിക്കണം. ഇതിൻ്റെ ഗൺ പോയിന്റിൽ അംഗീകരിക്കുക എന്നല്ലേ പറയുക, അണ്ടർ ഡ്യൂറസ്. ഇത് മാത്രമല്ല, അതിനോടൊപ്പം പറയുന്നു നിങ്ങളുടെ സൈന്യങ്ങൾ കുറച്ച് കൊണ്ടുവരണം. 6 ലക്ഷം സൈനികരായി ഇപ്പോൾ 9 ലക്ഷത്തോളം ഉണ്ട്, 6 ലക്ഷമായി നിജപ്പെടുത്തണം. അത് മാത്രമല്ല, നിങ്ങൾ റഷ്യ ആക്രമിക്കാൻ പാടില്ല. റഷ്യക്കും ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഇവരാരും ആക്രമിക്കില്ല, നെയ്റ്റോ അങ്ങോട്ട് ആക്രമിക്കില്ല, നെയ്റ്റോയിൽ അംഗത്വം എടുക്കാൻ ഉക്രൈനെ സമ്മതിക്കില്ല, ഉക്രൈൻ ആവശ്യപ്പെട്ടാലും സമ്മതിക്കില്ല, വേണമെങ്കിൽ EUവിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ആകാം. അത് മാത്രമല്ല, ഒരു ഇക്കണോമിക് പാക്കേജ് കൂടിയുണ്ട്. റഷ്യയുടെ ആസ്തികളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്കയിൽ, ഒരുപാട് ആസ്തികൾ. അതെല്ലാം കൂടെ ലിബറേറ്റ് ചെയ്യാൻ, റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ റിലീസ് ചെയ്യുന്ന, അൺഫ്രീസ് ചെയ്യുന്ന റഷ്യൻ അസറ്റ്സ്, അതിൽ $100 billion will be spent for the reconstruction of war-torn Ukraine. ഉക്രൈൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി അവിടെ ഒരു ബിസിനസ് ട്രംപ് കണ്ടു. ആ $100 billion എങ്ങനെ ചെലവഴിക്കും എന്നത് കൃത്യമായി ട്രംപിൻ്റെ പ്ലാനാണ്. അമേരിക്കൻ കമ്പനികൾ അവിടെ വരും, ഉക്രൈൻ അമേരിക്കൻ കമ്പനികൾ വരും, അവർ നിർമ്മാണം നടത്തും. അതിൽ നിന്നുള്ള ലാഭത്തിൻ്റെ 50% അമേരിക്ക കൊണ്ടുപോകും. നേരത്തെ തന്നെ ലാഭം ഉക്രൈനുമായി കച്ചവടമൊക്കെ നടത്തിയതാണ്. മിനറൽസ്, മെറ്റൽസ് കച്ചവടം. അപ്പം ട്രംപ് സെലൻസ്കിയോട് കൂടിക്കാഴ്ച ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരാനുണ്ടോ? ആകെ ഉള്ളത് കുചേലൻ ശ്രീകൃഷ്ണൻ അവൽ കൊടുത്തതുപോലെ ഉക്രൈൻ്റെ കൈവശമുള്ളത് വെറും അവലല്ല, നല്ല നല്ല ധാതു ലവണങ്ങളാണ്, റെയർ എർത്ത്. അപ്പം റെയർ എർത്തിലാണ് അമേരിക്കയുടെ കണ്ണ്. ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശം, ഡൊണസ്ക് മേഖല റഷ്യയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് നല്ല തോതിൽ ധാതുക്കൾ. റഷ്യയുമായി അമേരിക്ക കച്ചവടം ചെയ്യാവുന്ന ഒരു നിലയിലാണ്.